22-ാം തീയതി തൊട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതായി വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ 4-ാം തീയതി വിടുന്നു പറഞ്ഞു. 4-ാം തീയതി വിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഇന്ന് വിടാൻ എന്താ വഴി നോക്കാനാണ് ഞാൻ ഇവരെ കൊണ്ട് പോണത്. ഞങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ ഒരു സാധനം ഇല്ല. ഈ പിള്ളേർ മുഴുവൻ ടൂ വീലർ കൊണ്ട് സൈഡിൽ പോകും. അപ്പൊ ഞാനൊരു എയ്ഡ് വണ്ടി വിളിച്ചിട്ട് ഒന്ന് പോയി ഫുഡ് മേടിച്ചല്ലോ. അവിടെ വെള്ളം ടൈലന്റിൽ എത്തിക്കഴിഞ്ഞാൽ എത്താറാവണം. പെട്ടെന്ന് ഒരു 1 കിലോമീറ്റർ പറഞ്ഞല്ലോ. അല്ലാണ്ട് എങ്ങനെയാണ് ഞങ്ങളിവിടെ ഓഫീസിൽ ഞങ്ങളുടെ വരുന്ന വെള്ളം ഇടാൻ വേണ്ടിയാണിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ 6 മണി തൊട്ടേ കുടുംബത്തെ ആൾക്കാരാ കുടിക്കാൻ വെള്ളമല്ല കലങ്ങിയ വെള്ളം എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? ഈ കൊല്ലം വെള്ളമില്ലാന്നുള്ള വിഷയം അല്ല അതിന് പരിഹാരം കാണണ്ടേ? ഡാമില് വെള്ളം ചെയ്യാണ്ടല്ലോ ഇവിടേക്ക് വെള്ളം വിടാതെ. KCB വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തന്നെ വരല്ല വെള്ളം കിട്ടാതെ ഇപ്പോ. അല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജലനയത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ പേരിലാണ് പ്രശ്നം. ഞങ്ങൾക്ക് ജനകീയമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ചാൽ മാത്രമേ എത്തേണ്ടതുള്ളൂ. ഞങ്ങള് സർക്കാരിന്റെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയി ഞങ്ങൾക്ക് കോട്ടക്കാർക്ക് പോയി ഇരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കേന്ദ്രത്തില് ഞങ്ങൾക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഓഫീസിന്റെ മുന്നില് KCB-യിലല്ലേ വെള്ളം തരേണ്ടത്? KCB-ക്കാരല്ലേ വെള്ളം തരേണ്ടത്? നിങ്ങൾ അങ്ങോട്ട് പോയി പ്രതിഷേധിക്കാൻ വരണമെങ്കിൽ കൂടെ ഇരിക്കാൻ ഞാൻ വരാം. അല്ല KCB-ക്കാര് വെള്ളം തരുന്ന ഇത് ചീത്ത കേൾക്കുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഞങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് KCB ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരാണ് ഇതിന്റെ മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്ന് സർക്കാരല്ലേ തീരുമാനിക്കണ്ടേ? അല്ല ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കലങ്ങി വെള്ളം കുടിക്കില്ല, കിണറ്റിലൊന്നും വെള്ളം ചെയ്യാം. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിന്റെ ദാരിദ്ര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിനെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ പറയണത് ഇറിഗേഷൻ മറ്റേ കനാൽ ലീക്കാണ്. ഇതൊക്കെ ആര് ചെയ്യേണ്ട മെയിൻ്റനൻസ് ചെയ്യേണ്ട കാര്യങ്ങളത് ഇത് വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണിത്. നമ്മുടെയൊക്കെ വാർഡിൽ ഈ കനാൽ വെള്ളത്തിനെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളും വീടുകളും സ്ഥാപനങ്ങളാണുള്ളത്. ഇതെന്ന് ചോദിക്കുമ്പോഴും ഇവിടെ ദാരിദ്ര്യ. ഒരു ഇറിഗേഷൻ കനാൽ വൃത്തിയാക്കി കഴിയുമ്പോൾ ആ മണ്ണ് കോരി അവിടെ ഡംപ് ചെയ്യണ ഒരു സ്ഥിതിവിശേഷം കാണുന്നത്. ഇപ്പൊ 2-ാം വാർഡിൽ അങ്ങനെ കോരിയിട്ടിട്ട് ആ പ്രദേശത്ത് കോരിയിട്ടേക്ക് ആ ചെളി മണ്ണടക്കം അത് കോരി കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ എയോട് നമ്മൾ പറയുന്നത് ഇവിടെ ഫണ്ടില്ലാന്ന്. അതാ മുനിസിപ്പാലിറ്റി ചെയ്യണം. മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ആരെ ചെയ്യേണ്ടത്? ഇറിഗേഷൻ വകുപ്പിന് ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെപ്പറ്റി നമ്മൾ ആരെ കാണേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മ കാരണം കൊണ്ട് മാത്രം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിൻ്റെ മധ്യഘട്ടത്തിലേക്ക് കടക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇറിഗേഷൻ കനാലുകളിലൂടെയുള്ള വെള്ളം വരവ് നിന്നിട്ട് നാളുകളേറെയായി. പലരും പല രീതിയിലാണ് പ്രതിഷേധം ചെയ്തത്. ഏറെ നാളുകൾക്ക് മുൻപാണ് സാമൂഹ്യ പ്രവർത്തകനായ ജയൻ ജോസഫ് പട്ടത്ത് ഒരു കനാലിൽ കിടന്ന് സമരം ചെയ്തത്. അദ്ദേഹമാണ് ഈ സമരങ്ങളുടെ ഒക്കെ തുടക്കക്കാരൻ. അതിനുശേഷം മറ്റൊരു സമരം വന്നത് ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു സമരം വന്നു. അന്ന് കുറച്ച് വെള്ളം ഈ പോട്ട ഭാഗത്തേക്കൊക്കെ തുറന്നു വിട്ടു. ഇന്നലെ പോട്ട ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ റീന ഡേവിസ്, വത്സൻ ചമ്പക്കര, വിനീത ഷാൻഡോ, ജെസി റാഫേൽ, അതുപോലെ തന്നെ ഷിഫ സന്തോഷ്, സൂസി സുനിൽ, റൈസൻ ആലുക്ക, ഇവരുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ AEയുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടൊരു സമരം ആരംഭിക്കുകയാണ്. കാലത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ എല്ലാവരും ഞെട്ടി. കാരണം ഇങ്ങനൊരു വരവ് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അങ്ങനെ കൗൺസിലർമാർ പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. ജനങ്ങൾ നോക്കുമ്പോൾ അവർക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ജലസേചനം നടക്കുന്നില്ല, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഒരു ദുരിതസ്ഥിതി. ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകില്ല. ആകപ്പാടെ കൂടി ഒരു സമ്മർദ്ദത്തിലാവേണ്ട അവസ്ഥയിലേക്ക് ജനപ്രതിനിധികൾ മാറി. അങ്ങനെ വന്നപ്പോഴാണ് ജനപ്രതിനിധികൾ ഇന്നലെ ചാലക്കുടിയിലെ ഇറിഗേഷൻ AEയുടെ ഓഫീസിലേക്ക് ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് മാറിയത്. ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ വിഷയത്തിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറയാൻ പറ്റില്ല, KSEB ആണ്. KSEB അവർക്ക് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയാൽ മാത്രമാണ് ആ വെള്ളം പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിനൊക്കെ നല്ലത് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കുന്നതാണ് ലാഭകരമെന്നാണ് മറ്റൊരു പറച്ചിൽ. ലാഭം നോക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണോ സർക്കാർ സംവിധാനം? എത്രമാത്രം ആളുകൾ ആശ്രയിക്കുന്നതാണ് ഈ ഇറിഗേഷൻ കനാലിലൂടെയുള്ള വെള്ളം. അതിലും എന്തൊക്കെ കളികളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭകരമാണ് എന്ന് തന്നെയാണ് വസ്തുത. പക്ഷെ പിന്നീട് എന്താണ്, ഇതിലെന്തൊക്കെയോ കളികളുണ്ട്.
ഇറിഗേഷൻ AXC വന്നിട്ട് ആദ്യം പറഞ്ഞ സംഭവം, ഇത് ഞങ്ങളല്ല ഇതിന് ഉത്തരവാദികൾ കൗൺസിലർമാരെ, ഇതിന് ഉത്തരവാദി KSEB ആണ്, നമുക്ക് ഒരുമിച്ച് ഞാനും കൂടി വരാൻ സമരം ചെയ്യാമെന്ന്. ഞാനും കൂടിയും വരാം, ഈ KSEB ഓഫീസിൻ്റെ മുന്നിലേക്ക് സമരത്തിന് ഞാനും കൂടിയും വരാമെന്ന് നേരിട്ട് കേട്ടതാണ് ഞാൻ ആ ഇറിഗേഷൻ AXC പറയുന്നത്. അതുമാത്രമല്ല, കൗൺസിലർ റീന ഡേവിസ് ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്. പല കനാലുകളും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. വെള്ളം ലീക്കേജാണ്. ഈ വെള്ളം വരുന്നുണ്ടല്ലോ, ഇത് ടൈലൻഡിലേക്ക് എത്തണ്ടേ, എവിടെ എത്താൻ പോണ്? ഇത് മുഴുവൻ ലീക്കേജാണ്. ഇതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഞങ്ങൾ ഇതിനൊക്കെ കൃത്യമായ പ്രൊജക്റ്റൊക്കെ വെച്ച് ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അയച്ചിട്ട് നാളുകളേറെ ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താ സംഭവം? ഇറിഗേഷൻ വകുപ്പിൻ്റെ ദാരിദ്ര്യം തന്നെയാണെന്നാണ് റീന ഡേവിസ് 2ാം വാർഡ് കൗൺസിലർ പറഞ്ഞത്. അവർ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. എന്തായിരുന്നാലും കൗൺസിലർമാരുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു, വെള്ളം തുറന്നു വിട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ ജനപ്രതിനിധികൾ ഇതുപോലെ, ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും സമരം കഴിഞ്ഞു, ഈ ജനപ്രതിനിധികൾ ഇതുപോലെ വന്ന് സമരം നടത്തിയാലും ഉപരോധിച്ചാൽ മാത്രമേ വെള്ളം തുറന്നു വിടുള്ളൂ. എന്താണ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു സ്ഥിതി? കെട്ടുകാര്യസ്ഥതയുടെ ഒരു പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്? വെള്ളം തുറന്ന എന്തുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം കിട്ടാത്തത്? ഇപ്പോൾ ജനങ്ങൾ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പോട്ടയിലെ കൗൺസിലർമാർ ജനങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ സമ്മർദ്ദത്തിന് വന്നു, സമ്മർദ്ദം ഉണ്ടാക്കാൻ. ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം തമിഴ്നാട് വിട്ടു തരുന്നില്ല? ഇതിനൊക്കെ ഒരു കാരണങ്ങളാണ് പറയുന്നത്. എന്നാൽ അതിനുവേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്തണ്ടേ? എന്ത് കാര്യമാണ് ഇത്രയും ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഈ ഇടതുകര വലതുകര കനാലിലൂടെയുള്ള വെള്ളം നിർത്തിയതിനെതിരായിട്ട് അതിനകത്ത് എന്ത് ഇടപെടൽ നടന്നിട്ടുണ്ട്? കത്തിടപാടുകൾ മാത്രം നടന്നിട്ടുണ്ട്. ചാലക്കുടിയിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇരിഞ്ഞാലക്കുടയിലെ സ്ഥിതി ഇതിനേക്കാളും രൂക്ഷമായിട്ടാണ്. എത്രയോ ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ കൃഷിയെടുത്ത് നടത്തുന്ന ആളുകളൊക്കെ വല്ലാത്ത ദുരിതത്തിലാണ്. വെള്ളം വരുന്നില്ല. ഇരിഞ്ഞാലക്കുടയൊക്കെ വലിയ വറചട്ടിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ സഹികെട്ടിട്ടാണ് ഇങ്ങനെയൊരു സമരത്തിന് ചെന്നത്. അപ്പോൾ സമരത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്, ഞാനും വരാൻ നിങ്ങളുടെ കൂടെ, സമരം ഇവിടെ ഇരിക്കേണ്ടത് KSEB ഓഫീസിൻ്റെ മുന്നിലാണെന്ന്. സർക്കാർ സംവിധാനങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഏകോപനമില്ലായ്മയിലൂടെ ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഈ ആവശ്യാനുസരണം മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം വർദ്ധിപ്പിക്കുന്നുണ്ട് ബഡ്ജറ്റിൽ, അതിൽ വാരിക്കോരി. ഈ കർഷകരെ ഓർത്ത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നതിലെ ഈ കർഷകരെ ഓർക്കാൻ മാത്രം നിങ്ങൾ മറന്നു പോകരുത്. പല പാടങ്ങളും വയൽ ശേഖരങ്ങളും ഒക്കെ തവിട് പൊടി ഓണേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കി ഒരു ഇടപെടലുകളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, പോട്ടയിൽ ഇപ്പോൾ ഒഴുക്കിയ വെള്ളത്തിൻ്റെ ഈ വരവ് ഇനി എത്ര നാൾ തുടരും? അതിന് എത്ര സമരം ചെയ്യേണ്ടി വരും? ഈ അറ്റകുറ്റ ലീക്കിംഗ് പരിപാടികൾ കനാലിൽ ഇത് അവസാനിപ്പിക്കാനായിട്ട് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. എന്താണ് ഇതുപോലുള്ള ഒരു വകുപ്പ് ചെയ്യണമെന്നുള്ളത് ഒരു പിടിപാടും കിട്ടുന്നില്ല. അവരെല്ലാം സർക്കാരിലേക്ക് അയച്ചിരിക്കുന്നു. സർക്കാരിൽ പണമില്ല എന്നുള്ള മറ്റൊരു സംഗതി. വളരെ ദുരിതപൂർണമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും ജനങ്ങളുടെ ഈ കഷ്ടാവസ്ഥയിലും കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഇന്നലെ നടത്തിയ സമരം അത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കർഷകനില്ലാതെ ഒരു ജീവിതം നമ്മുടെ സമൂഹത്തിനില്ല. അത് ഓർക്കേണ്ടവർ ഓർത്താൽ നല്ലത്. 1948 മുതൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ജലവൈദ്യുത വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുകൊണ്ട് ജനങ്ങൾക്ക് നേരത്തെ ഇതിനെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് സുലഭമായിട്ട് വെള്ളം കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വെള്ളം കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൈദ്യുതി ഉത്പാദിപ്പിക്കട്ടെ, അതുകൊണ്ടാണ് അവർ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഇതിന് ഒരു ജലനയം സർക്കാർ രൂപീകരിക്കേണ്ട അത്യാവശ്യമാണ്. KSEBക്ക് KSEBയുടെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കനാലിൽ വെള്ളം എത്തണമെങ്കിൽ സർക്കാർ വൈദ്യുതി ഉത്പാദിപ്പിക്കാത്ത സമയത്തും വെള്ളം തുറന്നുവിടാനുള്ള ഒരു സൗകര്യം സർക്കാർ ചെയ്താൽ മാത്രമേ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി നശിക്കാതിരിക്കുള്ളൂ, കർഷകരുടെ പട്ടിണി മാറുള്ളൂ. അതോടൊപ്പം തന്നെ ആ വെള്ളം കൃഷി സ്ഥലത്ത് എത്തിയാൽ മാത്രമേ കിണറുകളിൽ വെള്ളം ഉണ്ടാവുള്ള ആൾക്ക് കുടിവെള്ളം കിട്ടുള്ളൂ. അതുകൊണ്ട് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ് പോട്ട പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ ജനുവരി 22-ാം തീയതി മുതൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വെള്ളം ഇല്ല, വെള്ളത്തിന്റെ അളവ് കുറവാണ് എന്നാണ് പറയുന്നത്. അവസാനം കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ് 4-ാം തീയതി തുറന്നു വിടുന്ന പറഞ്ഞ് കോട്ടപ്രദേശത്തേക്ക് വെള്ളം. കഴിഞ്ഞ ആഴ്ച നോർത്ത് ചാലക്കുടി പള്ളിയിലെ പെരുന്നാളോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ജനങ്ങൾ രൂക്ഷമായിട്ട് കുടിവെള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് അന്ന് നാട്ടുകാരെ സംഘടിച്ച് ആ കനാല് ബലമായിട്ട് തുറക്കാൻ പോയ സമയത്താണ് ഇവർ തുറന്നു കൊടുത്തത്. അങ്ങനെയാണ് അവിടെ കഴിഞ്ഞ ശനി ഞായറും വെള്ളം വന്നത്. ഇപ്പോഴത്തെ പോട്ടയിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറക്കുട്ടിയമ്പലത്തിൽ ഉത്സവം നടന്നു. പല ആഘോഷങ്ങളും നാട്ടിൽ നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ടാങ്കർ ലോറിയിലെ വെള്ളം കൊണ്ടു കൊടുക്കണേ, വെള്ളത്തിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വരുന്ന സമയത്ത്. ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുക, അവിടെ കൈ കഴുകാൻ പോലും വെള്ളമില്ല. അന്നദാനം നടത്തി കഴിഞ്ഞാൽ കൈ കഴുകാൻ പോലും വെള്ളമില്ല. ഈ അവസ്ഥയാണ്. അപ്പോൾ ആളുകളെ ശക്തമായിട്ട് സമ്മർദ്ദം കൗൺസിലർമാരുടെ മേത്തുണ്ട്. അത് മാത്രമല്ല ഒരു ജനകീയ ഇഷ്യൂ ആയതുകൊണ്ട് കൗൺസിലർമാർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് ബന്ധപ്പെട്ട് വെള്ളം തുറന്നുവിടാനുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ജനാധിപത്യ രീതിയിൽ നടത്തിയാൽ മാത്രമേ ഇത് എത്തേണ്ട സർക്കാരിന് മുന്നിൽ എത്തുള്ളൂ.